Mars Riva TV, a unique experience for the whole world. നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് ഒത്തിരിയേറെ പ്രതിസന്ധികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്തുമാത്രം ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ബോധവാന്മാരാണ്, ബോധവതികളാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട. ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് കുറച്ചേറെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു മണിക്കൂർ സമയം കൊണ്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ ബിസിനസ് മേഖലയിൽ നമ്മളിപ്പോ പുരോഗതിയിലാണോ അധോഗതിയിലാണോ? മറുപടി പറയണം. എങ്ങനെ? അധോഗതിയാണ് സംഭവിക്കുന്നത്. പ്രൈസലോ, ഹാലേലൂയ. രണ്ടാമത്തത്, പ്രണയം കടിക്കാത്ത നമ്മുടെ പിള്ളേരാരും പോകുന്നില്ല. ജസ്ന പോലും പോയിട്ടില്ല. പോയിട്ടുണ്ടോ? പോയിട്ടില്ല. നമ്മുടെ പിള്ളേരൊക്കെ സേഫാണ്. ആണോ? അല്ലേ? അല്ലേ? നീ വേറെ കേസുകളൊക്കെ പറയാം. മെഡിക്കൽ ഏരിയ എന്നൊക്കെയുള്ള കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യുന്ന കേസുകളുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയാൻ സമയം. പ്രണയക്കണി പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് മാധ്യമല്ലോ ഉണ്ടോ? അതോ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഊർജ്ജസ്വലരായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്? മറുപടി പറയണം. അല്ല. സമ്മതിച്ചു. നല്ല കാര്യം. അപ്പൊ അതുപോലെ ഇടവക കേന്ദ്രീകൃത കർമ്മ പദ്ധതി, അതിനെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്കൂളുണ്ട്, നമുക്ക് ഇവിടെ MBA കോളേജുണ്ട്, എല്ലാം കൊണ്ട് വളരെ സൗകര്യമാണ്, അല്ലേ? എല്ലാം ഒത്തുകിടക്കുക. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തത് വിദേശ ജീവിത ഭ്രമണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടോ? കൂടുതലാണോ കുറവാണ്? കൂടുതലാണ്. അപ്പോൾ ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലെങ്കിലും വീട് വിറ്റാലും കുഴപ്പമില്ല, എനിക്ക് വിദേശത്ത് പോകണം, പഠിക്കണമെന്നാണ് പിള്ളേരുടെ ആഗ്രഹം. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതം അവര് രക്ഷപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം നമ്മൾ ഉണ്ടാക്കിയ നാണ്യവിളകൾക്കൊന്നും വിലയില്ല. പിന്നെ അത് വെച്ച് കൂട്ടി വെക്കാം. പിന്നെ അവസാനം വല്ല പുഴു കുത്തി പോകുമ്പോൾ നമുക്ക് വീണ്ടും സഹതപിക്കാം എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇനി അടുത്തത് ദേശാധിപതി സ്വാധീനം. അതൊരു ബിബ്ലിക്കൽ കോൺസെപ്റ്റ് ആണ്. പിന്നീട് കാണാം. രാഷ്ട്രീയ അജണ്ടകൾ. ഇന്നിപ്പോ നമുക്കറിയാം ഇലക്ഷൻ സമയമാണ്. അതുകൊണ്ട് പറയുന്നതിനകത്തൊക്കെ അപകടമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല, പറഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ തല പോയാൽ അക്കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയും. രാഷ്ട്രീയ അജണ്ട മൈക്കിൽ ഓൾറെഡി കണ്ടതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഇന്ന് പല ആളുകളും, ഞാൻ അച്ഛൻ സൂചിപ്പിച്ചു, ഞാൻ ധ്യാന മേഖല ശുശ്രൂഷ ചെയ്യുന്നു. അപ്പൊ പല ആളുകളും പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ, ഒന്നീ രോഗപീഠകൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പറഞ്ഞാൽ ഒരു പ്രശ്നം ചെയ്യുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നം. നമ്മള് കുരിശിന് വഴി പറയുന്നത് പോലെ ഒന്ന് തീരുന്നതിന് മുമ്പ് മറ്റൊന്ന് വന്നു കഴിയും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മളെ കണ്ടുമാകാൻ വേണ്ടിയാണ്. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നത് ഇവിടെ നമ്മളൊന്ന് വിശകലനം ചെയ്യണം. അപ്പൊ നമുക്കിനി ആദ്യത്തെ വാക്കിലേക്ക് വരാം. അപ്പൊ നമ്മള് ആദ്യത്തെ പ്രശ്നമായി. ഓക്കെ, നമ്മള് ജീവസന്ധാരണ മാർഗത്തെ കുറിച്ചാണ്. നമുക്ക് ഇത് മലയാളത്തിലുള്ളത് ഈ അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരത്തെറ്റ് വരുന്നുണ്ട്. ഇതിന്റെ കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് മലയാള അക്ഷരങ്ങളാണ്. കാരണം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പമുണ്ട്, പക്ഷെ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മളിവിടെ കാണാൻ പോകുന്നത് നമ്മുടെ ജീവിത മാർഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗം, നമ്മുടെ വരുമാന മാർഗങ്ങള്, സ്രോതസ്സുകള് ഇന്ന് അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ചുറ്റും. ബിസിനസ് മേഖലയിലും കാർഷിക മേഖലയിലും നമുക്ക് ജോലിയുടെ മേഖലയിലും എല്ലാം ഇന്ന് പ്രതിസന്ധികൾ നേരിടുകയാണ്. അപ്പോൾ ഒന്ന് നമുക്കറിയാം ഫുഡ് ഇൻഡസ്ട്രീസ്, നമുക്കറിയാം ആഹാര എന്നൊക്കെ എല്ലാം പ്രോഡക്ട്സിന്റെ ഒരു കാലമാണ്. നമ്മളെല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മേടിക്കുന്നവരാണ്, അല്ലേ? അല്ലെ? എല്ലാം പാക്കറ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? ഏതാണ്? ഈസ്റ്റേണിന്റെ കറി പൗഡറാണോ? അല്ലെ? ഇതൊക്കെ നമ്മൾ നോക്കുന്നത് കാണാൻ, അല്ലേ? ഇതിനെ നിങ്ങൾ ഒരുമാതിരി മരവിച്ചിരിക്കും. മറുപടി പറയുന്നത് ശരി. അത് മറുപടി പറഞ്ഞുകൊണ്ടേ ഇതാണ് ഉള്ള കാര്യം. നമ്മൾ പറയുമ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടേ. അപ്പൊ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയില് നമ്മൾ കാണുന്ന 2-3 പ്രബലമായ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഒന്ന് അല്ല, അല്ലേ? അപ്പൊ അവരെ അടച്ചു പൊട്ടിച്ച് കേരളത്തിന് പുറത്തേക്ക് കടത്തി. അറിയാം, പ്രൈസലോ, ഇടയ്ക്കൊരു പ്രൈസലോ എന്നൊക്കെ പറയും. പ്രൈസലോ. അപ്പൊ നമ്മുടെ ക്രിസ്ത്യാനികളെ അവരെ പുകച്ച് പുറത്തേക്ക് അടിച്ചു. അപ്പോൾ അവർക്ക് പിന്നെ ഫുഡ് ഇൻഡസ്ട്രി മാത്രമല്ല ഉണ്ടായിരുന്നത്, പാത്രങ്ങളുണ്ടായാലും അലുമിനിയം, അല്ലേ? അത് നമ്മള് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നീട് അവർക്കുണ്ടായിരുന്ന ഇഷ്ടംപോലെ പ്രൊഡക്ട്സ്, തുണികളുടെ വലിയ വലിയ മേഖല ഉണ്ടായിരുന്നു. അതും അടച്ചു പൊട്ടിച്ച്
പുള്ളി സാവധാനൊക്കെ പുറത്ത് കിടത്തി. അപ്പൊ നമുക്കൊക്കെ സന്തോഷമായില്ലേ? അല്ലേ? നമുക്ക് സന്തോഷമായില്ലേ? നമുക്കില്ലേലും ചില പ്രത്യേക ആളുകൾക്ക് അതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. 2020 എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റിലൂടെ ആ പറഞ്ഞ പ്രദേശത്ത് എന്തെല്ലാം പുരോഗതികൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡേർട്ടിയസ്റ്റ് പൊളിറ്റിക്സിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോൺഗ്രസ് ആയാലും കണക്കാണ്, പിന്നെ ലെഫ്റ്റ് ആണെങ്കിൽ ഒട്ടും പറയുന്നത് അതിനേക്കാളും വികനമാണ് വരാൻ പോകുന്ന ഇപ്പോഴത്തെ ലീഡിംഗ് NDA എന്ന് പറയുന്ന ആ ഒരു ഡെമോക്രാറ്റിക് അലയൻസ്. അപ്പോൾ ഇവിടെ ഫുഡ് ഇൻഡസ്ട്രീസിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ ആളുകൾ നടത്തിക്കൊണ്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരായിട്ട് വളരെ സംഘടിതമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ റേസ് ചെയ്തിരുന്ന കണ്ടിരുന്ന ഒരു കാര്യം ഇതാണ്. ഇവിടുത്തെ സോക്കോൾഡ് ഈ പറഞ്ഞ ബഡ്ഡിംഗ് ഇൻഡസ്ട്രി, അതായത് ഈസ്റ്റേൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ പേര് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കില്ല, പുറത്ത് ആരെങ്കിലും വിട്ട് കഴിഞ്ഞിട്ട് എന്റെ വണ്ടിയിൽ മേടിച്ചത് തടയും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ നമുക്ക് ഇവിടെ ശക്തമായിട്ട് കയറി വരുന്നു. നമ്മുടെ മേളം മസാല, മേളം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിന്റെ ആണ്. ഈ മേളം മസാലകൾ ശരിക്കും ശുദ്ധമായ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് അവര് കൃത്യമായ ദശാംശം സഭയ്ക്കും ചാരിറ്റിക്കും വേണ്ടി കൊടുക്കുന്ന ഒരു മൂവ്മെന്റ്. അവർക്കെതിരെയാണ് ആദ്യമായിട്ട് ആരോപണങ്ങൾ ഉണ്ടായത്. ഇവരുടെ പ്രോഡക്ട്സ് എല്ലാം വ്യാജമാണെന്നും കൃത്രിമമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ നമുക്കറിയാം അത് ലാബ് ടെസ്റ്റിനകത്ത് 100% പ്യൂർ ആണെന്ന് തെളിയിക്കും. പക്ഷെ അത് പത്രങ്ങളാരും പറഞ്ഞില്ല. അതേസമയം ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അത് പത്രമാധ്യമങ്ങളും ചാനലുകളും എല്ലാം എടുത്തു ഘോഷിച്ച് ഏറ്റവും ശക്തമായിട്ട് പ്രചാരണം നടത്തി എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. Mars River TV, a unique experience for the whole world.